ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഹോം ഡയറിയിലെ നമ്മുടെ സെക്കൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് തിരുവല്ലയിലാണ്. കോട്ടയത്ത് തന്നെയാണെന്ന് തോന്നുന്നു തിരുവല്ല. ഞങ്ങൾ കോട്ടയത്ത് നിന്നിട്ടാണ് തിരുവല്ലയ്ക്ക് പോകുന്നത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പം നമ്മളിവിടെ തിരുവല്ലയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ടോ എനിക്കെന്തൊരു ഒരു അസുഖമുണ്ട്. അത് ബ്ലഡിലുള്ള എന്തോ ഒരു ടൈപ്പ് വാതമാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം 4-5 മാസമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തവണ നമ്മൾ റൂമെടുത്ത് ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ റൂമിലൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു റൂമിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല വലിയ റൂം, സിംഗിൾ റൂമാണ് കേട്ടോ ഞങ്ങളെടുത്തത്. പക്ഷേ 2700 രൂപ അല്ല 2700 രൂപ കേട്ടോ റൂമിന്. എൻ്റെ അമ്മ അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെടുത്തത് 1200 ഉണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വരെ കാണാവേ. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ തന്നെ ചായ ഇടാം. ചായ വേണോ കാപ്പി വേണോ? ചായപ്പൊടി ഉണ്ട്, പിന്നെ ഷുഗറുണ്ട്, പിന്നെ കോഫി പൗഡറുണ്ട്, പിന്നെ 2 ചോക്ലേറ്റ്സ് ഉണ്ട്. ഈ ചോക്ലേറ്റ് ഞാൻ കൊണ്ടുപോകും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ചായ റെഡിയാക്കാം. രാവിലെ ചേട്ടായിക്ക് വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കപ്പും സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കെറ്റിൽ. കുറച്ച് വെള്ളമുണ്ട്, ടിഷ്യൂ ഉണ്ട്. വെള്ളം ഞാൻ രാവിലെ കുറച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കെറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഇരിക്കുന്നില്ല, ഞാൻ ചായ ഇട്ടിട്ട് കാണിച്ചു തരാവേ. നമുക്ക് കോഫി ഉണ്ടാക്കാം. കോഫി വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ പൗഡറാണ് മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കോഫി റെഡി. അങ്ങനെ ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാനാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന കേട്ടേട്ട കാര്യം, പിന്നെ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം വീഡിയോ എടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചേട്ടായി ഫോൺ കാണുമായിരുന്നു. അപ്പോൾ ഏതോ പാട്ടോ മ്യൂസിക്കോ തണുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല സൗണ്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അതാണ് പിന്നെ വോയിസ് ഓവർ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാ മാസവും വ്യാഴാഴ്ചയാണ് ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ട് ഇതൊന്ന് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇടുക്കിയിൽ നിന്ന് ബുധനാഴ്ച വൈകുന്നേരം 6 മണി 6:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് പോകും. ഒരു 10-11-12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ തിരുവല്ല എത്തും. നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച വെളുപ്പിന് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണമെങ്കിൽ. പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് യാത്ര ക്ഷീണം അതൊക്കെ ഭയങ്കര ഇതായതുകൊണ്ടാണ് നമ്മൾ ബുധനാഴ്ച വൈകുന്നേരം പോയി എവിടെയെങ്കിലും റൂം എടുത്തിട്ട് പിന്നെ വ്യാഴാഴ്ച രാവിലെ നേരത്തെ പോയി നമ്മൾ ബ്ലഡ് കൊടുക്കും. ബ്ലഡ് കൊടുത്തിട്ട് 2 മണിക്കൂർ എന്താണേലും എനിക്ക് എൻ്റെ റിസൾട്ടുകളൊക്കെ കിട്ടാൻ 2 മണിക്കൂറാവും. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് വെയിറ്റ് ചെയ്തിട്ട് പതിയെ റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഡോക്ടറിനെ പോയി കാണുന്നത്. ഇന്ന് ഞങ്ങളതുപോലെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വന്നതിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല. എനിക്കിട്ടാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ അസുഖം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ എന്തൊരു ടൈപ്പ് വാതമാണെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമലിയാണ്. പക്ഷേ മെഡിസിൻ നിർത്തുമ്പോൾ അത് വീണ്ടും വഷളാവുമെന്ന് പറഞ്ഞു. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ചെറിയൊരു പനിയോ ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് താഴ്ന്നു പോകും. 12,000 10,000 അങ്ങനെ താഴ്ന്നു പോകും. നമുക്ക് 1 lakh മുകളിൽ വേണം നമുക്ക് നോർമലാവണമെങ്കിൽ. അപ്പോൾ പിന്നെ ഈ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടക്കുന്ന അവരുടെ അവസ്ഥയാണ്. പനി പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞ് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കാലെടുത്ത് മാറ്റണമെങ്കിൽ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. അങ്ങനെയാണ്, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ 4 മാസം അടുപ്പിച്ചായി ഞാൻ മരുന്ന് കഴിക്കുന്നു. എന്നോട് ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവരെ കൂട്ടാത്ത. ബാൽക്കണിയുടെ വ്യൂ, രാവിലത്തെ വ്യൂ ഇതാണ്. ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല. ബാൽക്കണിയിൽ അവർ ചെടി നട്ടു വെച്ചേക്കും. അതുവഴി
നമ്മൾ സിറ്റിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്, അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് എത്ര വലിയൊരു മിററുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഹോട്ടൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലത് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടേസ്റ്റാണ്. ഞാനൊരു പ്ലെയിൻ ദോശയും ചമ്മന്തിയും ചട്നിയാണ് പറഞ്ഞത്, ചേട്ടായി പൂരിയാണ് പറഞ്ഞ്. എൻ്റെ ഇവിടുത്തെ സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര കൊതിയാവും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഇതാ ഈ റെഡ് കളറിൽ റൂംസ് എന്ന് എഴുതിയിട്ടുള്ള ആ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് കേട്ടോ നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. പിന്നെ ഹോട്ടലിൻ്റെ റൂമും പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതങ്ങനെ കൊളാബ് അങ്ങനത്തെ ഷൂട്ടൊന്നും അല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റ് ഹോസ്പിറ്റലുകളെ പോലെ വെയിറ്റ് ചെയ്തിരുന്ന് കഷ്ടപ്പെടേണ്ട. നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി കൺസൾട്ട് ചെയ്യുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മെഡിസിൻ ബില്ല് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അവിടെ ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഫാർമസി വന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ചീട്ട് കൊണ്ടേ കാണിക്കുകയോ ക്യൂ നിൽക്കുകയോ ടോക്കൺ എടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഈ ഡോക്ടറിനെയാണ് കേട്ടോ ഞാൻ കാണുന്നത്, അബ്ദുൽ ഖാദർ സാറിന്. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനെയൊക്കെ കണ്ടു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇരുന്നാൽ മതി, അവർ നമ്മളെ കൗണ്ടർ നമ്പറിലേക്ക് വിളിക്കാൻ നമ്മളങ്ങ് പോകും. പക്ഷേ മറ്റുള്ള ഹോസ്പിറ്റലിൽ ഇച്ചിരി പാടാന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇനിയും 2 മണിക്കൂർ എടുക്കും കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ നമ്മളങ്ങ് വിശ്രമിക്കും. 12 മണി വരെ നമുക്ക് ടൈമുണ്ട്. ഒരു ദിവസത്തേക്ക് നമ്മൾ റൂം എടുത്തേക്കുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ. 12 മണിക്ക് മുമ്പ് നമ്മൾ ഇറങ്ങും, നമുക്ക് തിരിച്ചിടിക്ക് വരെ പോകണ്ടേ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ റൂമ്. ഡോക്ടറിനെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര മഴയാണ്. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഒരു 11 മണിക്കുള്ളിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ തിരുവല്ലയിൽ നിന്ന് കയറിയിട്ട് ഒരൊറ്റ ഉറക്കം ഇറങ്ങിയിട്ട് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നു. അത് കഴിഞ്ഞ് തന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ KSRTC വരുന്നു. എൻ്റെ പൊന്നോ, ഇത് പറക്കുവാണോ എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല, അമ്മാതിരി സ്പീഡ്. എനിക്ക് നമ്മുടെ ഇടുക്കി വെച്ച് KSRTC കയറാൻ എനിക്കിഷ്ടമല്ലെന്ന്. പലരും ഭയങ്കര വീഡിയോയിൽ KSRTC യാത്ര അടിപൊളിയാണ്, ഹരമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും എന്ത് തേങ്ങയാണ് ഇതിലുള്ളതെന്ന്. പക്ഷേ ഈ കോട്ടയം ട്രിപ്പിലാണ് മക്കളെ എനിക്ക് മനസ്സിലായത് KSRTC യാത്ര പൊളിയാണെന്നുള്ളത്. പിന്നെ നമ്മൾ തിരുവല്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ ഒറ്റ വണ്ടിയാണ് കയറിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കോതമംഗലം കൊണ്ട് കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊന്നും എടുത്ത് കഴിച്ചില്ല. ജസ്റ്റ് ഇറങ്ങി ഒരു ജ്യൂസ് കുടിച്ചു, പിന്നെ കടല മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് മൂവാറ്റുപുഴ എത്തിക്കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ നിന്ന് ഡയറക്റ്റ് കോതമംഗലം ടു നമ്മുടെ ഇടുക്കി, നമ്മുടെ വീടിനടുത്ത്. പിന്നെ കോതമംഗലം വന്നിട്ട് ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാനൊരു ബീഫ് ബിരിയാണിയും ചേട്ടായി ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും വേണ്ടി അമ്മയ്ക്കും കൂട്ടി നമ്മൾ ചിക്കൻ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അധികം നന്നായിട്ട് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.